നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാതെ നിങ്ങളുമായിട്ടുള്ള ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നിങ്ങൾ വ്യക്തിയോട് പറഞ്ഞാൽ വ്യക്തി എന്ത് ആക്ഷൻ ആണ് എടുക്കുക, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ തേർഡ് പാർട്ടി നിങ്ങളുമായിട്ടുള്ള ബന്ധം നോക്കും, പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധവും നോക്കും കേട്ടോ. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ ജനറൽ റീഡിംഗ് എത്രത്തോളം റെസണേറ്റ് ചെയ്യില്ല, ഇത് കണ്ടിട്ട് ആരും ഒരു ഡിസിഷനും എടുക്കരുത് കേട്ടോ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. എനർജിക്കൊരു ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇനി നമുക്ക് നോക്കാം എന്ത് മെസ്സേജ് ആണ് ഭഗവാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. അപ്പൊ നിങ്ങളുടെ ഈ ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്, ആ മെസ്സേജ് ആണ് ഭഗവാൻ നിങ്ങൾക്ക് തരിക. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു കാർഡാണ് ഇവിടെ വന്നത്, ഒരേ ഒരു കാർഡ്. മിസ്യൂസ് ഓഫ് പവർ എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം നമുക്ക് കിട്ടുന്ന നമ്മളുടെ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ നാശത്തിന് തന്നെ കാരണമാകുമെന്നാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു കാർഡാണ് നിങ്ങൾക്ക് വേണ്ടി വന്നത്. ഇനി നമുക്ക് നോക്കാം. ടാരോ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. അപ്പോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ഈ സൈഡിൽ വെക്കും. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വലതുവശത്ത് വെക്കും. അപ്പൊ ഇവിടെ നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ബന്ധമാണ് നോക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഓവറോൾ എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഭഗവാനെ ഓം നമ ശിവായ. അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി നോക്കുമ്പോൾ 9 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, അതോ അല്ലെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ അംഗീകരിച്ചിട്ടില്ലേ, ആരോ ഒരാൾ അംഗീകരിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഇത് സിംഗിൾ എനർജിയാണ്, ചെറുപ്പക്കാരനല്ല, കുറച്ച് മുതിർന്ന പ്രായമുള്ള ആളാണ്. പക്ഷെ ഇവിടെ സിംഗിൾ ആയിട്ടാണ് ഈ വ്യക്തി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന. ഇഷ്ടംപോലെ പണവും പ്രതാപവും ഭൂസ്വത്തും എല്ലാം ഉള്ള ഒരു എനർജിയാണ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജിയാണ്. അപ്പൊ നിങ്ങൾ തമ്മില് ബന്ധമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്തുന്ന ആളുകളാണോ, തമ്മിൽ ഡിപ്പെൻഡൻസി ഇല്ലാത്ത ആളുകളാണോ, ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും സ്വയം പര്യാപ്തരായ രണ്ട് വ്യക്തികളെ പോലെയാണ് കാണിക്കുന്നത്. ഇവിടെ മാരീഡ് ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ആ മാരേജ് നിങ്ങൾ അംഗീകരിക്കാത്ത പോലെ അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം നമ്മൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, ആൾബലം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തിനാണ് പിന്നെ വേറൊരാള് എന്നൊരു ചിന്ത ഇവരുടെ ആരുടെയോ മനസ്സിലുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ടോറസ്, ഇത് ലിയോ. ഇനി ഞാൻ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജിയാണ്, റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണ് നോക്കുന്നത്. അത് നോക്കുമ്പോ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഫൂൾ കാർഡിന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് രണ്ടർത്ഥം കിട്ടാറുണ്ട്. ഫൂൾ എന്ന് പറഞ്ഞാൽ ശരിക്കും മറ്റുള്ളവരെ ഫൂളാക്കുക, ഒരാള് മറ്റേയാളെ ഫൂളാക്കുന്നു, അല്ലെങ്കിൽ തമ്മിൽ ഇവര് ഫൂളാക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവര് റിസ്ക് എടുത്ത പോലെ, മനസ്സിലായി. ഇവിടെ സക്സസ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല, ഇവിടെ എന്താവും അറിയില്ല, ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഞാനിതൊരു റിസ്ക് എടുക്കാൻ പോകുകയാണ് എന്ന മട്ടിലാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത്. അക്വേറിയസ് ആണത്.
അക്വേറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വേറിയസ് ആവണം എന്നില്ല. പക്ഷെ അക്വേറിയസ് എന്ന് കണ്ടതുകൊണ്ട് പറയാണ്, അക്വേറിയസ് എന്നുള്ള സോഡിയാക് സൈൻ സൊസൈറ്റിയെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത ആളുകളാണ്. മനസ്സിലായോ? സൊസൈറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് മൈൻഡ് വെക്കുന്ന ഒരാളാണ്. അപ്പോ ഇവിടെ ഈ ഫൂൾ കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്നത് പേജ് ഓഫ് വാൻസും അത് റിവേഴ്സ് ആണ്, 8 ഓഫ് വാൻസും ആണ്. അപ്പൊ പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ല എന്നാണ് പറഞ്ഞത്. വളരെ ഇമ്മച്ചുവേർഡ് ആയ എനർജിയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഈ റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് കയറി വളരെ പെട്ടെന്നാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത്ര സ്ട്രോങ് ആവുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നാണ് ഇവർ റിലേഷൻഷിപ്പിലേക്ക് കയറിയത്, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കയറിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, എക്വാരിയസ് ഏരീസ്, ഇവിടെ ടോറസ് വെർഗോ കാപ്രിക്കോൺ, ലിയോ ടോറസ്, ഇത്രയും സോഡിയാക് സൈൻ ആണ് കാണുന്നത്. ഇനി നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്കുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അത് ചോദിക്കുമ്പോൾ 2 കാർഡുകളാണ് വന്നത്. നിങ്ങളോട് വ്യക്തി ഫീലിങ്സിന്റെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് തന്നിഷ്ടം ഉള്ള ഒരു സ്വഭാവമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പല പ്രാവശ്യം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്തു, പല തരത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു ബന്ധം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ അതിന് മുഖം കൊടുക്കാതെ തന്നിഷ്ടത്തോടെ നിൽക്കുകയാണെന്നാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ് പറയുന്നത്. നിങ്ങളൊരു തന്നിഷ്ടക്കാരിയോ തന്നിഷ്ടക്കാരനോ ആയ ഒരു എനർജിയാണ്. ആരുടെയും ഒരു സഹായവും സ്വീകരിക്കാത്ത, എത്ര കഷ്ടം ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, നിങ്ങൾക്കൊരു തീരുമാനങ്ങളുണ്ട്, നിങ്ങൾ അതിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ് വ്യക്തി പറയുന്നത്. വ്യക്തിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിക്ക് ആ ഒരു പെരുമാറ്റം ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ടാണ് വ്യക്തി ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻ വെച്ചിരിക്കുന്നത്. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുമ്പോൾ ഇവിടെ 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും പണ്ടേ പരിചയമുള്ളവരാണ്, ഒപ്പം കളിച്ചു വളർന്നവരോ ഇവരുടെ ചെറുപ്പം ഒരുമിച്ചാണ് ഇവര്. അപ്പൊ സ്കൂളിലൊപ്പം പഠിച്ചവരായിരിക്കാം, കോളേജിലൊപ്പം പഠിച്ചവരായിരിക്കാം, അടുത്തടുത്ത വീടുകളിൽ ജീവിച്ചിരുന്നവരായിരിക്കാം. അതിൽ ഈ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് പണ്ടേ നിങ്ങളുടെ വ്യക്തി ഹാപ്പി ആണെന്നാണ് പറയുന്നത്. പക്ഷെ തേർഡ് പാർട്ടിയുമായിട്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പ്ലാനും തേർഡ് പാർട്ടിയുമായിട്ട് പണ്ടേ നിങ്ങളുടെ വ്യക്തി വച്ചിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ടൊരു ഫ്യൂച്ചർ വേണമെന്നൊന്നും ആഗ്രഹമില്ല. ഇതൊരു ലോങ് ടേം അല്ല, ഇതൊരു തോന്നലിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ബന്ധമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഈ 7 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്, 7 ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം പ്ലാൻ ആണ്. അതിന് വിത്ത് നടുന്നു, വളം കൊടുക്കുന്നു, പിന്നെ അത് പൂവിട്ട് കായ്ച്ച് ആ കായ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി. പക്ഷെ ഇവിടെ റിവേഴ്സ് ആണ്. ഇതൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് പ്ലാൻ ഇല്ല. അപ്പോ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആവാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn. അതാണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് ഫീലിങ്സ്. ഇനി നിങ്ങളോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. നിങ്ങളുമായിട്ട് ഫാമിലി ആയിട്ട് തന്നെ തുടരാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ മാരീഡ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളുമായിട്ടുള്ള ഒരു വളരെ സഹകരണത്തോടു കൂടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്, കേട്ടോ. അത് പക്ഷേ നിങ്ങളുടെ വ്യക്തി സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഇത് നിങ്ങളോട് പറയുന്നില്ല. ഇപ്പൊ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും തേർഡ് പാർട്ടിയുമായിട്ട് വ്യക്തി മുമ്പോട്ട് പോയി കളയും, നിങ്ങൾ ഉപേക്ഷിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ല, ഈ വ്യക്തി മനസ്സിൽ ഒരു കാര്യം സൂക്ഷിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് വിവാഹം അല്ലെങ്കിൽ ഒരു ലീഗൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതങ്ങനെ മുറിച്ച് ദൈവമായിട്ട് കൂട്ടിച്ചേർത്തത് എന്നൊരു ചിന്തയാണ് ഈ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കില്ല എന്നാണ് വ്യക്തി പറയുന്നത്. ഇത് വെർഗോ, പൈസീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കുമ്പോൾ ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവര് തമ്മില് ശാരീരിക ബന്ധമൊന്നുമില്ല, കേട്ടോ. ഫോണില് ഉള്ള സംസാരം മാത്രമേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക്, ഞാനിത് ഒരു കാർഡാ വന്നത്, ആക്ഷൻ ഒന്നും മീൻസ് റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു ആക്ഷനോ എടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെയാണ് ഈ വ്യക്തി തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഈ വ്യക്തി നിങ്ങൾ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും വേണ്ട, വെറുതെ സംസാരിച്ചാൽ മതി, ഇടയ്ക്ക് സങ്കടം പങ്കുവെക്കാനോ
അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാൻ ഒരാള് എന്ന ചിന്തയിലാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ 4 of Swords റിവേഴ്സ് ആണ് വന്നത്. അതിനർത്ഥം ഇപ്പോ ഈ വ്യക്തി റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ എന്താ പറയാ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ഒരു വിവാഹ ജീവിതം തേർഡ് പാർട്ടിയായിട്ട് ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി അങ്ങനെ ഒരു സജഷൻ വെക്കുമ്പോഴും ഈ വ്യക്തി നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി മാരീഡ് ആണ്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് എനിക്ക് ഒരു മാരേജ് കാർഡൊക്കെ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വ്യക്തിക്ക് ടെൻഷൻ എടുക്കാൻ പറ്റില്ല. തേർഡ് പാർട്ടിയെ ഇഷ്ടമാണ്, തേർഡ് പാർട്ടിയോട് ഫ്രണ്ട്ലി ആണ്, തേർഡ് പാർട്ടിയെ സ്ഥിരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാനോ അവരുമായിട്ട് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല, വിവാഹം കഴിക്കാനോ. കാരണം എന്താണ്? അതൊരു തലവേദനയായിട്ട് മാറും. തലവേദന ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ വ്യക്തി അകറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിങ്ങളുടെ വ്യക്തി വെച്ചതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം നിങ്ങളുമായിട്ട് ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വ്യക്തി ആഗ്രഹിക്കുന്നുള്ളൂ. തേർഡ് പാർട്ടി ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിലും അവിടെ ഒരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു വിവാഹമോ ഒന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius. ഇത്രയും zodiac sign ആണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ വിടാതെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി എന്ത് ആക്ഷൻ ആണ് എടുക്കുക? നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷൻ ആണ് നിങ്ങളുടെ വ്യക്തി എടുക്കാമെന്ന് കുറെ കാർഡ്സ് വന്നാൽ എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത് നോക്കാം. കാർഡ്സ് വന്നിട്ടുണ്ട്. കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട്. എന്ത് ആക്ഷൻ ആണ് എടുക്കുക എന്ന് ചോദിക്കുമ്പോ വ്യക്തി കുറെ റെസ്ട്രിക്ഷൻസ് വെക്കും, എന്ന് വെച്ചാൽ കുറെ കണ്ടീഷൻസ് വെക്കും നിങ്ങളുമായിട്ട് കണ്ടീഷൻസ് വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി വളരെ ഈഗോ ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ വ്യക്തി അർഹിക്കുന്ന ആ ഒരു റെസ്പെക്ട് നിങ്ങൾ കൊടുക്കണമെന്ന് വ്യക്തി പറയും. മനസ്സിലായോ? എന്നാലേ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ എന്നാണ് വ്യക്തി പറയാൻ പോകുന്നത്. റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകണം. ഈ വ്യക്തിയായിട്ട് ഒരു ആക്ഷനും എന്താ പറയാ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാൻ വ്യക്തിയായിട്ട് ഒന്നും ചെയ്യില്ല എന്നാണ് വ്യക്തി പറയുന്നത്. അതുപോലെ ഇത് നിങ്ങൾ അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ, വ്യക്തിക്ക് അർഹിക്കുന്ന വില കൊടുത്തില്ലെങ്കിൽ, വ്യക്തിയുടെ വാക്കുകൾക്ക് അർഹിക്കുന്ന വില കൊടുത്തില്ലെങ്കിൽ റിലേഷൻഷിപ്പ് അവസാനിക്കുമെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും വ്യക്തി നിർത്തിക്കളയും എന്നാണ് വ്യക്തി. അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പും ഡെത്ത് കാർഡോടെ വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയും. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യവും അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ വ്യക്തി തരുന്നുണ്ടാവുമല്ലോ, കുട്ടികളെ നോക്കാനോ വീടിന്റെ റെന്റിനോ വീടിന്റെ ചെലവുകൾക്കോ ഒക്കെ, അതൊക്കെ നിർത്തിക്കളയും എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യേയില്ല എന്നാണ് വ്യക്തി പറയുന്നത്. അപ്പൊ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി പറയും ഓക്കെ നമുക്ക് സ്വരമയായിട്ട് പോവാം, തേർഡ് പാർട്ടിയെ ഞാൻ ഉപേക്ഷിക്കാം കംപ്ലീറ്റ് ആയിട്ട്. പക്ഷെ എന്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു തരണം. നിങ്ങൾ ഈ കാര്യങ്ങൾ അംഗീകരിച്ചു തന്നില്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ ഉപേക്ഷിക്കില്ല എന്നത് പോരാതെ ഞാൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഫിനാൻഷ്യൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കളയുമെന്നാണ് വ്യക്തി പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടതാണ് അല്ലെ? അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ അവർക്ക് കിട്ടുന്നത് കൂടെ മുടക്കി കളയരുത്. അപ്പൊ വ്യക്തിയോട് സ്വരൂപയോടെ, കാരണം വളരെ ഈഗോ ഉള്ള ഇതാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് zodiac sign ആണ്. കിങ് ഓഫ് പെൻസ് ആണിത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു എനർജിയാണ്. എന്താ പറയാ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചാണ്, പിന്നെ തിരിച്ചു വരുന്ന പരിപാടിയില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോ ഇത്രയും നാളെ ഞാൻ സഹകരിച്ചു പോയി, ഇനി നിങ്ങളൊരു റെസ്ട്രിക്ഷൻ വെച്ചു കഴിഞ്ഞാൽ ഞാനും അതുപോലെ റെസ്ട്രിക്ഷൻസ് വെക്കും. എനിക്ക് കണ്ടീഷൻസ് ഉണ്ട്, അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഞാൻ തേർഡ് പാർട്ടി കണക്ഷൻ നിർത്താം. പക്ഷേ നിങ്ങൾ അത് അംഗീകരിച്ച് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോടുള്ള ഫിനാൻഷ്യൽ എല്ലാ
ഫിനാൻഷ്യൽ സഹകരണവും നിർത്തിക്കളയുമെന്നാണ് വ്യക്തി പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഉപേക്ഷിക്കില്ലായിരിക്കും, പക്ഷെ നിങ്ങളെ ഫിനാൻഷ്യൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് ഡിവോഴ്സും തരില്ല, നിങ്ങൾ അവിടെ പെട്ടുപോകും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ ചിലപ്പോൾ പുസ്തകത്ത് ഉണ്ടാവും, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിരുന്ന ഒരാളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരാളുടെ ശമ്പളം കൊണ്ട് ജീവിക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ നിങ്ങള് ഇഷ്ടംപോലെ സ്വത്തും പണമുള്ള ഫാമിലി ആണെങ്കിലും നിങ്ങളുടെ പല സ്ഥലത്തും എന്താ പറ്റുന്ന അറിയോ, റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുമ്പോൾ എത്ര സ്വത്തും പണമുള്ളവരാണെങ്കിലും വീട്ടുകാർക്ക് ഒരു ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാതെ അവരുടെ തലയിലേക്ക് നിങ്ങൾ ചെന്ന് കയറുമ്പോൾ, നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരു തരത്തിലും ജീവിക്കാൻ പറ്റില്ലെങ്കിൽ വേർപിരിയുക എന്നുള്ളൊരു സൊല്യൂഷൻ ആണ്. പക്ഷേ നമ്മൾ അങ്ങനെ സൊല്യൂഷൻ കാണുമ്പോൾ നമ്മളുടെ വീട്ടുകാരെ നമ്മളെ നോക്കണം, അല്ലെങ്കിൽ നമ്മളെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ നമ്മളെ നോക്കണം എന്ന് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ധൈര്യമുള്ളവര് ഓക്കെ, റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചാലും ജീവിക്കാൻ അറിയാം എന്നൊരു സിറ്റുവേഷൻ വേണം, അല്ലെങ്കിൽ പണിയാവും കേട്ടോ. അതാണ് വ്യക്തി പറയുന്നത്. കാരണം നിങ്ങൾ റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് റെസ്ട്രിക്ഷൻസ് വെക്കും എന്നാണ് ഈ വ്യക്തി പറയുന്നത്. സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. മെജോറിറ്റി ഇവിടെ പൈസയുടെ കാര്യമാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നമ്മൾ പണ്ട് ആണുങ്ങൾ ചെലവിന് കൊടുക്കണമെന്നായിരുന്നു, പക്ഷെ ഇപ്പോ ഒരു നിയമം ഉണ്ടെന്നാണ് കേട്ടത്. സ്ത്രീകള് സർക്കാർ ജോലിയുള്ളവരാണെങ്കിൽ ഭർത്താവ് ജോലി അധികം സ്ഥിരമല്ലാത്ത സ്ഥിരമായ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് നമ്മൾ ചെലവിന് കൊടുക്കേണ്ടി വരും. അതിനെന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്, ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ വേണം. ഇതെല്ലാം ലീഗലാണ്, അപ്പൊ അതിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.